വാഗമണ്ണിൽ കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികളായ കുടുംബത്തെ ആക്രമിച്ചതിൽ തങ്ങൾ നേരിട്ടത് ക്രൂരമായ മർദ്ദനമെന്ന് ആക്രമണത്തിനിരയായ കുടുംബം. പരാതി സ്വീകരിക്കാതെ പോലീസ് തങ്ങളെ വട്ടം കറക്കിയതായും കുടുംബാംഗങ്ങൾ ആരോപിച്ചു. കഴിഞ്ഞ മാസം 24-നാണ് സംഭവം നടന്നത്. ഈരാറ്റുപേട്ട സ്വദേശികളായ സാദിഖും ഭാര്യയും സാദിഖിന്റെ പിതാവും മാതാവും ഭിന്നശേഷിക്കാരിയായ സഹോദരിയുമടങ്ങുന്ന സംഘത്തിന്റെ വാഹനമാണ് വഴിയിൽ തടഞ്ഞിട്ടാക്രമിച്ചത്. മാസ്കോം ടീ ഫാക്ടറിക്ക് സമീപം ബൈക്കിലെത്തിയ 3-അംഗ സംഘം റോഡ് ബ്ലോക്ക് ചെയ്ത് കാർ നിർത്തിച്ച ശേഷം ചീത്ത വിളിക്കുകയും കൈകൊണ്ടും വടികൊണ്ടും ആക്രമിക്കുകയുമായിരുന്നുവെന്ന് സാദിഖ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വാഗമണ്ണിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം തിരികെ പോകും വഴിയാണ് സംഭവമുണ്ടായത്. തെറ്റായ ദിശയിലൂടെ കാർ ഓടിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരെ ആക്രമിച്ചത്. കാറിൽ നിന്നും പുറത്തിറങ്ങിയ സാദിഖിന്റെ മുഖത്തിടിക്കുകയും പുറത്ത് വടികൊണ്ടടിക്കുകയും ചെയ്തു. മറ്റൊരു കാറിൽ മുന്നിൽ പോകുകയായിരുന്ന സാദിഖിന്റെ പിതാവിനെ സാദിഖിന്റെ ഭാര്യ വിളിച്ചുവരുത്തിയെങ്കിലും ഇദ്ദേഹത്തെയും ഇവരാക്രമിച്ചു. കാറിലിരുന്ന ഭിന്നശേഷിക്കാരിയായ സഹോദരിക്ക് നേരെയും ആക്രമണമുണ്ടായെന്ന് സാദിഖ് പറഞ്ഞു. അക്രമത്തിൽ പരിക്കേറ്റ പിതാവ് മുഹമ്മദ് ഷെരീഫ് ചികിത്സയിലായിരുന്നതുമൂലമാണ് പോലീസിൽ പരാതി നൽകാൻ വൈകിയതെന്നും പോലീസ് കേസെടുക്കുന്നതിൽ വിമുഖത കാണിക്കുകയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ ആരോപിച്ചു. കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് SHOയുടെ ഭാഗത്തുനിന്നുണ്ടായത്. MLAയും DYSPയും ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട ശേഷമാണ് പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായതെന്ന് സാദിഖ് ഈരാറ്റുപേട്ട വാർത്തയോട് പറഞ്ഞു. അപ്പോൾ 24-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ ഇവിടുന്ന് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വാഗമണ്ണ് കറങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ പോയി, കാണാനൊക്കെ ആയിട്ട് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് രാത്രി ഒരു 11:30-ഓടുകൂടി മാസ്കോ ടീ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ വെച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു 3 പേര് യാത്ര ചെയ്തിരുന്ന ഒരു ബൈക്ക് KL37E 5214 നമ്പറിലുള്ള ബൈക്ക് വരുന്നുണ്ടായിരുന്നു. ബൈക്ക് വന്നു. ഒരു 20 മീറ്റർ അവര് ഗ്യാപ്പിട്ട് തന്നെ അങ്ങ് നിർത്തിയിട്ട് നടുക്കാ നിർത്തിയത്. നമ്മളെ ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ തന്നെ നിർത്തി. അവര് ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് റോങ് സൈഡിൽ കൂടെയാണോ ഓടിക്കുന്നതെന്നുള്ള തെറിയും വിളിച്ച് പിന്നെ അവരൊരു സീനാക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി. എൻ്റെ വണ്ടിയിൽ സ്ത്രീകളായിരുന്നു, എല്ലാവരും സ്ത്രീകളായിരുന്നു. ഞാൻ മാത്രം ആണുങ്ങളായിട്ടുണ്ടായിരുന്നു. സ്ത്രീകളടക്കം ആക്രമിച്ച് ഇതേ സംഭവം നടന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വണ്ടികളുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഫാദറും അളിയനും പെങ്ങളും ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പം ഈ സംഭവം ഇത്രയായപ്പോഴത്തേക്ക് ഞാൻ അവരെ വിളിച്ചു വരുത്തി. അതിൽ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. അവരെ ഇതുപോലെ നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്, വടി കൊണ്ടടിച്ച്. അതുപോലെ ഒരു 5 പ്രതികളുണ്ട്. ഇവർ 10-30 ആൾക്കാർ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഭയങ്കര ഒരു ഷോ ആയിരുന്നു അവിടെ കിടന്നത്. അതിൽ ഒരു 5 പേരാണ് നമ്മൾ ശരിക്കും ആക്രമിച്ചതിനകത്ത്. ഈ ബൈക്ക് വന്ന 3 പേരും പിന്നീട് വന്ന ഒരു 2 പേരും. അതിൽ ഒരാൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്ന് സംശയമുണ്ട്. പരിക്ക് പറ്റിയത് എനിക്ക് ശരിക്ക് വടികൊണ്ട് തലക്കടിച്ചായിരുന്നു. അപ്പൊ അതിൽ ക്രാക്ക്, ഈ കഴുത്തിന്റെ വലതുവശത്തായിട്ട് പരിക്കുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പരിക്കുണ്ടായിരുന്നു. പിന്നെ കൈ ചുരുട്ടി ഇടിച്ചു, മുഖത്തിന് തന്നെ ഇടിച്ചത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക ചെയ്ത. അതുപോലെ തന്നെ ഫാദറിനും പരിക്കുണ്ട്. പിന്നെ എൻ്റെ ഭിന്നശേഷിക്കാരിയായ സഹോദരി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ വണ്ടിയിൽ. അവളെയും ഇതുപോലെ ഉപദ്രവിച്ചു. എൻ്റെ ഭാര്യനെ ഉപദ്രവിച്ചു. പിന്നെ എൻ്റെ കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു, ഒരു 6 വയസ്സുള്ള എൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊന്നും ചെയ്തില്ല. കൊച്ചാന്ന് ഒക്കെ കരയുന്ന ശബ്ദം കേട്ടു. അപ്പം മൊത്തത്തിൽ എല്ലാരും കൂടെ പേടിച്ചു ഒരു സീനായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ നമ്മള് പരാതിയായിട്ട് പോയത് ഹോസ്പിറ്റലേഴ്സും ഒക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പെരുന്നാളൊക്കെ ആയിട്ട് പരാതി ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നമ്മള് പരാതിയായിട്ട് പോകുന്നത്. പിന്നെ ആദ്യമെല്ലാം സ്ത്രീകള് ഈ സംഭവത്തിൽ ഒരു ഷോക്കായ കാരണം ഇതിന്റെ പുറകെ പോകണ്ടെന്നുള്ള രീതിയിലായിരുന്നു നിന്ന്. പിന്നെ ഒരു 3-4 കാരണം കൊണ്ട് നമ്മൾ 4 ദിവസം കഴിഞ്ഞാ പരാതിയായിട്ട് പോയി. അങ്ങനെ പരാതിയായിട്ട് പോയി നമ്മളൊരു പരാതി കൊടുക്കാൻ വേണ്ടി രാവിലെ ഇവിടെ നിന്ന് 9-10 മണിയായപ്പം നമ്മളിവിടെ നിന്ന് പോയി വാഗമൺ സ്റ്റേഷനിൽ പോയി. ഒരു 4-5 മണിയായപ്പോഴത്തേക്ക് ആദ്യം പോയത് ഞാനും എൻ്റെ സഹോദരനും വാപ്പായും കൂടെയാണ് പോയത്. അത് കഴിഞ്ഞ് ഇവര് ഒരു 4 മണിയായപ്പോഴത്തേക്ക് പിന്നെ അവരെയും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞ് വണ്ടിയിലുണ്ടായിരുന്ന എത്ര പേരാണോ അവരെല്ലാം വിളിച്ചു. സ്ത്രീകളായിരുന്നു ബാക്കിയുള്ളവരെല്ലാം. എന്നാലും 4-5 മണിയായപ്പോഴത്തേക്ക് എല്ലാവരും വന്നു. അങ്ങനെ ഒരു പരാതി എഴുതി കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു രാത്രി 11 മണിക്ക്. ജസ്റ്റ് എന്താ പറയാ, ഇത്രയും ഒരു സംഭവം നടന്നിട്ടും
അവരുടെ ആ ഒരു രീതിയിലല്ല നമ്മളവിടെ നിന്ന് നമുക്ക് തോന്നിയത്. പോലീസുകാർ കുഴപ്പമില്ല, അവിടുത്തെ SHO ആ ഒരു രീതിയിലല്ല നമ്മളോട് ശരിക്കും അവിടെ നിന്ന് പെരുമാറിയത്. കാരണം സ്ത്രീകളെ ആ ഒരു 70% ഡിസേബിലിറ്റിയാ എൻ്റെ സഹോദരി കൂടെ ഉണ്ടായിരുന്ന ആ സഹോദരി. അവളടക്കം ആക്രമിച്ചിട്ടും നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല അവിടെ ശരിക്കും. ആ ഒരു നീതിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമില്ല. അതിന്റെ ഇടയ്ക്ക് ഈ പ്രതികൾ അവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇവര് 3 ആളെ വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്ത് അവർ കുറ്റം സമ്മതിച്ചു അവിടെ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. നമ്മൾ ഒരു മണിക്കൂർ ശേഷം വന്നപ്പോഴത്തേക്ക് ഈ പ്രതികളില്ല. അവര് എവിടെ പോയെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ MLA സാറിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു. അങ്ങനെ MLA സാറിനെ DSPനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകുന്നത് അവിടെ. കാരണം SIക്ക് തീർത്ത് താല്പര്യമില്ലാത്ത പോലെയാണ് ഈ കേസിൽ നമ്മളോട് ആ ഒരു രീതിയിലാണ് സമീപനം ഉണ്ടായത്. FIR നമ്മൾ പരാതി കൊടുത്ത് FIRന്റെ കോപ്പിയോ അല്ലെങ്കിൽ എന്താ പറയാ അവിടെ നിന്നൊരു റെസിപ്റ്റോ അങ്ങനെ ഒന്നും നമുക്ക് തന്നിട്ടില്ല അവിടെ. ഇന്നലെ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു 11 മണിയോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് പോയി മസർ എഴുതാൻ വേണ്ടി പോയിട്ട് അവർക്ക് അതിനും ഒരു താല്പര്യം കാണിക്കുന്നില്ല. ഓരോ കാര്യങ്ങൾ തിരക്കും പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ നോക്കി. ഒരു 4 മണിയോടുകൂടിയാ എന്നിട്ട് രണ്ടാമതും MLA സാറിനെ വിളിച്ചു പറഞ്ഞു, MLAനെ വിളിച്ചു പറഞ്ഞു, DYSP അങ്ങനെ വിളിച്ച് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഒരു പൊളപ്പാണ് നടത്തുന്നത്. കാരണം ഇങ്ങനെ മത്സരം എഴുതി വന്നപ്പോഴത്തേക്ക് 4-4:30 വേറെ കേസോ കാര്യങ്ങളോ ഒന്നും സ്റ്റേഷനില്ല. ഞങ്ങൾ പോകുമ്പോൾ ഒരു ചെറിയൊരു 3-4 കേസ് ഉണ്ടായിരുന്നു. അത് അവരവിടെ നിന്ന് ഒരു 1-1.5 മണിക്കൂറോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം എത്തുമ്പോഴത്തേക്ക് ഇവര് ഓരോ തിരക്കും പറഞ്ഞ് ഇറങ്ങിപ്പോവാ. SHO ഇറങ്ങിപ്പോവാ ചെയ്യാ. മസറ തയ്യാറാക്കാനായിട്ട് ഇന്നലെ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പോയി ഒരു 11 മണിക്ക് ശേഷം വരാനാ പറഞ്ഞത്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോ ഒരു 12 മണിയോളം ഏകദേശമായി. അങ്ങനെ മസറ എടുക്കാൻ വേണ്ടി നമ്മളവിടെ പോകുമ്പോൾ രാവിലെ ഇതുപോലെ 4 കേസ് ഉണ്ട് അവിടെ. ചെറിയ കേസാ, അതെല്ലാം പറഞ്ഞു തീർത്തവർ വിട്ടു. പിന്നെ നമ്മുടെ ഭാഗമായപ്പോഴത്തേക്ക് ഒരു സ്കൂളില് ഇന്നലെ സ്കൂള് ദിവസമായിരുന്നല്ലോ, ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ. അങ്ങനെ ആ ഒരു തിരക്ക് അങ്ങനെ സ്കൂളിൽ പോകണമെന്നും പറഞ്ഞിട്ട് SHO ഇറങ്ങി പോവാ ചെയ്ത്. ഇറങ്ങിപ്പോയി. പിന്നെ ഒരു മണിക്കൂറോളം കഴിഞ്ഞ് വന്നു. പുള്ളി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി. തിരിച്ച് വന്ന് ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ആ കൂടെ തന്നെ പുറകെ കയറി. വേറെ കേസൊന്നുമില്ല, വേറെ ഒരു കേസും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. നേരെ അകത്തേക്ക് കയറി. ആ കയറിച്ച് നേരെ അവര് വാഷ്റൂമിലേക്കാണ് കയറിയത്. വാഷ്റൂമിലേക്ക് കയറി അങ്ങനെ തന്നെ തിരിച്ചിറങ്ങിയിട്ട് നേരെ ഇറങ്ങിപ്പോയത്. അപ്പം ഞങ്ങൾ ഡയറി എടുത്തോണ്ട് പോവുക ചെയ്തത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അപ്പൊ നമ്മളോട് ചോദിക്കുക എന്താ കേസെന്ന് ചോദിക്കുക. കാരണം തലേ ദിവസം നമ്മളൊരു രാവിലെ 9 to 11 രാത്രി 11 മണി വരെ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്ക് എന്താ പറയാ ഈ SIയുടെ മുമ്പിൽ പോയത് ഇതാ ചോദിക്കുന്നത് എന്താ കേസെന്ന് ചോദിക്കുക. യാതൊരുവിധ പരിചയമില്ലാത്തൊരു ഇതാ ചോദിക്കുക. എന്നിട്ട് പിന്നെ ആ പോക്ക് പിന്നെയും പോയി. എന്നിട്ട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് പോലീസുകാരോട് പറഞ്ഞ ഇവരെ ഒന്ന് നോക്കിയൊന്ന് മസറ എഴുതാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ SHO ഇറങ്ങിപ്പോയി. അതിന് ഞങ്ങൾ അവിടെ അന്വേഷിച്ചു. അപ്പം ഒരു പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളല്ല, വേറൊരു സാറാ നോക്കുന്നതെന്ന് പറഞ്ഞ് ആ സാറിന്ന് ലീവ് ആവുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെ എടുത്തു. പക്ഷെ എന്നാലും ഈ SI സാറ് വരാതെ ഇവര് വരികയില്ല. ഈ മസറ സാറ ഇവര് അങ്ങനെ അതാ പറയുന്നത്. പിന്നെ ഞങ്ങളവിടെ SI സാറിനെ കാത്തു നിന്ന് രണ്ടാമതും MLAനെ കൊണ്ട് വിളിപ്പിച്ചു. DYSP വിളിച്ച് അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി മസറ തയ്യാറാക്കി വിടുന്നത്. ഏകദേശം ഒരു 4 മണിയായി അവിടെ നിന്ന് വിട്ടപ്പോഴത്തേക്ക്.